കാടിൻ്റെ മനോഹരതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര ഏതൊരു യാത്രാപ്രേമിയുടെ സ്വപ്നമായിരിക്കുമല്ലോ. അങ്ങനെ കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയും കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് കർണാടകയിലെ ചാമരാജ ഡിസ്ട്രിക്റ്റിലെ ഗോപാലസ്വാമിപേട്ടയിലെ പുരാതന അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. രാവിലെ 6 മണിക്ക് ഓപ്പൺ ആകുന്ന മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും രാവിലത്തെ ഇളം വെയിലിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര, അതും കാട്ടിലൂടെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെ. രാവിലത്തെ സമയം ആയതിനാൽ തന്നെ നമുക്ക് വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പറഞ്ഞു കേട്ടിട്ടുള്ളവനെ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിലോട് പോയാൽ ഒന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നേരായ തോന്നിയൊരു നിമിഷമായിരുന്നു. എന്നാലും ഈ രാവിലത്തെ ഈ ഇളം വെയിലിൻ്റെ ഈ കാട്ടിലോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയായിരുന്നു. ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും മുത്തങ്ങയിലുള്ള ഈ ഫോറസ്റ്റിലുള്ള യാത്രയിൽ മാനുകളെയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതാ നല്ല അടിപൊളി ഒരു കരടി സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. ആ മാനാണ് നമ്മളെ കാണിച്ചത്. അടിപൊളി മോനെ ഇടും. നമ്മളെ അവിടെ മാനില്ലേ, ആ മാന് നോക്കി ഇന്നപ്പോഴേ തോന്നിയായിരുന്നു എന്തോ സംഭവം ഉണ്ടെന്ന്. തൊട്ടടുത്ത് തന്നെ കുറച്ച് മാൻകൂട്ടം നോക്കി നിൽക്കുന്നതും അതുപോലെ കുറച്ച് റോഡിൻ്റെ ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് മുന്നിലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശ്രദ്ധിക്കാനായിട്ട് ഇടയായത്. ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനോ അങ്ങനെ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതുങ്ങളെ ശല്യപ്പെടുത്താണ്ടിരിക്കാനോ ശ്രദ്ധിക്കണം. സ്ലോത്ത് ബിയർ കരടികൾക്ക് കട്ടിയുള്ളതും നീളമുള്ളതുമായ മൂക്കുകളും ചെറിയ താടിയെല്ലുകളും വീതിയേറിയ മൂക്കുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അവയ്ക്ക് നീളമുള്ള താഴത്തെ ചുണ്ടുകളുണ്ട്. അത് ആ മൂക്കിൻ്റെ മറ്റേ അറ്റം നീട്ടാനായിട്ട് കഴിയും കേട്ടോ. അങ്ങനെ ധാരാളം പ്രാണികളെ വലിച്ചെടുക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ചിതലും പ്രാണികളും പഴം പിന്നെ ഉറുമ്പ് ഇവയൊക്കെയാണ് പ്രധാന ഭക്ഷണം. ഇത് നമ്മുടെ ട്രിപ്പ് മുതലായി. കാട്ടിലൂടെ യാത്ര ചെയ്ത് ആനിമൽ സൈറ്റിങ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ലക്കാണ്. അത് കരടീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് എന്തോ ഭാഗ്യം തന്നെ പറയാം. അതും ഇത്ര അടുത്ത്. അങ്ങനെ നല്ല അടിപൊളി കരടി സൈറ്റിങ് ഒക്കെ കിട്ടി ഞങ്ങൾ യാത്ര തുടർന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദിപ്പൂർ കാടിനുള്ളിലാണ് കിട്ടിയത് കേട്ടോ. മുത്തങ്ങയിൽ നമ്മൾ ബന്ദിപ്പൂർ കാടിനുള്ളിലോട്ട് കയറിയപ്പോൾ ഒരു കൂട്ടം ആനക്കൂട്ടത്തെ കണ്ടു എന്നുള്ളതാണ്. അതിനകത്താണെങ്കിൽ മുന്നിലാണെങ്കിൽ വേറൊരുത്തൻ ഇതാ വഴി ക്രോസ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി ഏകദേശം കുറേ പേര് വന്ന വണ്ടിക്കാരെല്ലാം നിർത്തി. കാരണം ആ സൈഡിലുള്ള ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. ഞാനത് കാണിച്ചു തരാം, ഇവന്മാരെല്ലാം പോകും. അതിന് ശേഷം നമുക്ക് അവനെ കാണാം. ഒരു കുഞ്ഞി കൊമ്പനാണല്ലോ അതിൻ്റെ കൂടെ ഉള്ളത്. ഒരു കൂട്ടം ആനയുണ്ട് കേട്ടോ, പുറകോട്ടെല്ലാം ഉണ്ട്. എന്താണല്ലോ ഒരു ലക്ക് തന്നെ കേട്ടോ. നമ്മുടെ ഈ വഴിയരികിൽ നമ്മുടെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെ. ആനകൾ പുല്ല് തിന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കി, ആദ്യം ആന എല്ലാം ചൂടോടെ പറിച്ച് മണ്ണൊക്കെ ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ടാണ് അവർ തിന്നുന്നത്. എന്ത് രസമല്ലേ കാണാൻ. ഇതാണ് പറഞ്ഞു കേട്ടോ, റോഡ് ക്രോസ് ചെയ്യാൻ ഒരു ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതാ അവിടുന്ന് ഏതായാലും ആന ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് പോകാനായിട്ട് പറ്റും. അങ്ങനെ ആന ഏതാ റോഡ് ക്രോസ് ചെയ്തിട്ട് അവരുടെ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്കോട്ട് അങ്ങോട്ട് മാറി. അങ്ങനെ ഞങ്ങളുടെ യാത്രയും തുടർന്നു. എന്താണല്ലോ ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. കരടി, കാട്ടാനകളുടെ ഒരു കൂട്ടം, എല്ലാം കൊണ്ടും നല്ല അടിപൊളി തന്നെ രാവിലെ. അങ്ങനെ കാനനപാതയിലെ കാഴ്ചകളൊക്കെ കണ്ട് മെയിൻ ഹൈവേയിലൂടെ കുറച്ചൊക്കെ യാത്ര ചെയ്ത് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ച് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗോപാലസ്വാമിപേട്ട എന്ന ബോർഡ് കണ്ടു. അങ്ങനെ ആ ഗുണ്ടൽപേട്ട് ട്രാഫിക് പോകാണ്ട് ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി കർണാടകത്തിൻ്റെ ഉണ്ടല്ലോ ആ ഗ്രാമീണ ഭംഗിയും അവരുടെ ആ കൃഷിരീതികളും അവരുടെ ജീവിതശൈലികളും എല്ലാം കണ്ട് അങ്ങനെ യാത്രയായിരുന്നു കേട്ടോ. എന്താ പറയുക, ആ ഒരു അടിപൊളി വൈബ് തന്നെ. നമ്മുടെ ആ കേരളവും കർണാടകവും തമ്മിലുള്ള കാണാനുള്ള ഒരു വ്യത്യാസം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് വരും. അവരുടെ ജീവിതശൈലികളും അവരുടെ ആ കൃഷി രീതികളും പഴയ ആ കൃഷി രീതികളാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ.
നോക്കിയ 4 സൈഡിലും മലനിരകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗൂഗിൾ മാപ്പ് ഇതാ നമ്മുടെ ഗോപാലസ്വാമിപേട്ടയുടെ മെയിൻ എൻട്രൻസിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഗോപാലസ്വാമിപേട്ടയുടെ ഗേറ്റിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ 8 മണിയാകുമ്പോൾ എത്തി. 8:30ക്കാണ് ഫസ്റ്റ് ബസ് ഉള്ളത്. ഇവിടുന്ന് ലൈൻ നിന്നിട്ട് 60 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് KSRTCയുടെ ബസ്സിനാണ് ഗോപാലസ്വാമിപേട്ടയിലോട്ട് പോകേണ്ടത്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജിപ്സിക്ക് 800 രൂപയാണ് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ 800 രൂപ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ജിപ്സിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ബന്ദിപ്പൂർ വനത്തിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ബന്ദിപ്പൂർ വനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പുരാതന ക്ഷേത്രത്തിലേക്ക് ഒരു ബസ് യാത്ര തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയെന്ന് വേണം പറയാനാണ്. 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമിപേട്ട കുന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയും കൂടിയാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഗുണ്ടൽപേട്ട നഗരവും പാടവും ഭാഗ്യമുണ്ടെങ്കിൽ വനപ്രദേശങ്ങളിൽ ആന മെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 1315 കടുത്ത ശ്രീകൃഷ്ണ ഭക്തനായ ചോള ഓടയാർ രാജാവായ ബല്ലാളയാണ് മലമുകളിലെ സുന്ദരമായ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, വലിയൊരു കുന്നിൻ മുകളിലൊരു പുരാതന ക്ഷേത്രം. എന്താ രസം കാണാനല്ലേ. നിരവധി ഭക്തജനങ്ങളാണ് കേട്ടോ ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തുന്നത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെ പതിവായി എത്താറുണ്ടെന്ന് അറിയുന്നത് കേട്ടോ. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞായിരിക്കും. വർഷം മുഴുവനും കുന്നുകളെ ഇങ്ങനെ മൂടൽമഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കും. അതുകൊണ്ട് തന്നെയാണ് ഹിമവത് എന്ന ഉപസർഗം ലഭിക്കുകയും വേണുഗോപാലസ്വാമിയുടെ ക്ഷേത്രത്തിന് ഹിമവത് ഗോപാലസ്വാമി പേട്ട എന്ന മുഴുവൻ പേര് നൽകുകയും ചെയ്യാനിടയായത്. അങ്ങനെയാണ് കേട്ടോ ഐതിഹ്യം. ഗോപാലസ്വാമിപേട്ടയിൽ ഈ കുന്നിൻ മുകളിലുള്ള പുരാതന ക്ഷേത്രം കാണാനായിട്ട് നിരവധി സഞ്ചാരികളാണ് ദിവസം തോറും ഇവിടെ എത്തുന്നത് കേട്ടോ. രാവിലെ തന്നെ ഇവിടുത്തെ പൂജയും എല്ലാമായിട്ട് രാവിലെ തന്നെ തുടങ്ങുമേ. നമുക്കിതിനകത്ത് ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇതിൻ്റെ നെക്സ്റ്റ് ഡോർ വരെ നമുക്ക് എടുക്കാനായിട്ട് വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ ഇവിടെ കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഇലയുടെ അകത്ത് ഉണ്ടാക്കിയത്, ഇല കൊണ്ടുണ്ടാക്കിയതിനകത്തിട്ട് നമുക്ക് കഞ്ഞിയാണ് പ്രസാദമായിട്ട് തരുന്നത്. നല്ല ചൂടോടുകൂടുള്ള ആ ഒരു പ്രസാദമൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഫുള്ള് മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു പോകാനെടുത്ത ബസ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ ബസ്സിൽ യാത്രയായി കേട്ടോ. ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക, ഒരു ബസ്സിന് ശരിക്കും പറഞ്ഞാൽ പോകാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. ഹെയർപിൻ വളവുകളും പിന്നെ അതുപോലെ ഈ ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളും ബന്ദിപ്പൂരിലെ ആ വനത്തിലെ വിദൂര കാഴ്ചകളൊക്കെ കണ്ടതാ. നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മൾ രാവിലെ 8 മണിക്ക് 8:30യുടെ ആദ്യത്തെ ബസ്സിന് പോയതുകൊണ്ട് ആ സമയത്ത് അധികം ആളെത്തിയിട്ടില്ലായിരുന്നു. ഇതാ ഇപ്പം നോക്കിക്കിങ്ങോട്ട് ഒരു 100-500 പേരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. എത്ര നേരം വരെ നിന്നാലായിരിക്കും ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ വന്നത് കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, പ്രത്യേകം രാവിലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം 8:30 എന്നുള്ളത് 8 മണിക്കെങ്കിലും ഇവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാരണം നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയും ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയൊക്കെ വന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാനായിട്ടും പറ്റും. ഒന്നും പറയണ്ട, നമ്മുടെ കർണാടകത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും അതെല്ലാം ആസ്വദിച്ച് ഗോപാലസ്വാമിപേട്ടയിലെ കുന്നിൻ മുകളിലെ ആ കാഴ്ചയും അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.